കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. നളിനിയോട് അപർണ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാകുവാണ്. ആ വീടിനെ കുറിച്ചുള്ള അളകാപുരിയെ കുറിച്ചുള്ള അവിടുത്തെ ചിട്ടകളും നിയമങ്ങളും എല്ലാം ചോദിച്ചറിയുകയാണ്. പിന്നീട് നളിനി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം അപർണ പറഞ്ഞതേ, നളിനിയേച്ചി ഒരു കാര്യം ചെയ്യണം. ഇവിടെ എന്തൊക്കെ നടന്നാലും ആരൊക്കെ എന്തൊക്കെ സംസാരിക്കും എന്നുള്ള കാര്യങ്ങൾ എല്ലാം എന്നോട് ഒന്ന് പറഞ്ഞു തരണമെന്ന് പറയാം. ഇത് കേട്ടൻ നളിനി പറഞ്ഞു, ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറയണം. പിന്നീട് ചോദിച്ചു, അല്ല ഇവിടെ എല്ലാരും ജാനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരാണോ എന്ന് ചോദിക്കണം. ഇത് കേട്ടെന്ന് പെട്ടെന്ന് നളിനി ചേച്ചി പറഞ്ഞു, അങ്ങനെയല്ല, എല്ലാരും ഒന്നുമില്ല. ആ മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശി ജാനിക്കെതിരാ. കാരണം അവര് തമ്മിൽ എപ്പോഴും എപ്പോഴും വഴക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനിക്ക് ഒന്നിനും പോകാറില്ല. പക്ഷെ മുത്തശ്ശിക്ക് അങ്ങനെയല്ല. ജാനകിനെ കണ്ണെടുത്താൽ കാണത്തില്ല. എപ്പം കണ്ടാലും എന്തേലുമൊക്കെ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും. ജാനകി എന്ത് കാണിച്ചാലും അത് കുറ്റമാ. അങ്ങനെ കാണുന്ന ഒരാളാ ഇവിടുത്തെ മുത്തശ്ശി എന്ന് പറയണം. മോളൊരു കാര്യം ചെയ്യാം, മോള് കയ്യിലെടുക്കണേ ഇവിടുത്തെ മുത്തശ്ശിനെ മാത്രം കയ്യിലെടുത്താൽ മതി. ജാനകിയെ തറക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ആയുധം മുത്തശ്ശിയാന്ന് പറയാം. ഇത് കേട്ടതും അപർണ, അത് കൊള്ളാം, അത് നല്ല ഐഡിയ, എനിക്ക് വന്നപ്പോ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ മുത്തശ്ശിയുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അവർക്ക് ജാനകിനെ അത്രയും കൂടെ പിടുത്തമില്ലെന്ന്. പിന്നെ ഒരു കാര്യം മോളെ, കാരണം ബാക്കി എല്ലാവരും സപ്പോർട്ട് ജാനകിക്കാന്നുള്ള കാര്യം ഓർമ്മ വേണം. അവൾ ഈ കുടുംബത്തിൽ അങ്ങനെയാ നിൽക്കുന്നത്, എല്ലാവരുടെയും കാര്യത്തില് ശ്രദ്ധിക്കും. ഇപ്പൊ മോള് വന്നോണ്ട് ഇനിയിപ്പൊ മിക്കവാറും മോളുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് വരുമായിരിക്കും എന്ന് പറയാം. അവളിങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാം. മോളെ ഞാനൊരു കാര്യം പറയാം, പുറമെ ഒരു വിദ്വേഷ വിരോധം ഒന്നും കാണിക്കരുത് ജാനകിയോട്. നമ്മള് എല്ലാം ഉള്ളിൽ അടക്കി വെച്ച് വേണം പെരുമാറാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്ന് പറയാം. ഇത് കേട്ട അപർണ പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാൻ നളിനി ചേച്ചി, അതൊന്നും ഇനി പറഞ്ഞു തരണ്ട. പിന്നെ പറഞ്ഞല്ലോ, ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയണമെന്ന് പറയാം. എന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിറവേറ്റാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ, അല്ലാതെ ഇവിടെ ഭാര്യാപദം അലങ്കരിച്ച് ഇരിക്കാൻ വേണ്ടി അല്ലെന്ന് പറയണം. പിന്നെ മോളെ ഒരു കാരണവശാലും ഞാൻ ഈ മോളോട് ഒന്ന് പറയുന്ന കാര്യങ്ങളൊന്ന് മോളിന്റെ ഭർത്താവ് അമലിനോട് പോലും പറയരുതെന്ന് പറയണേ. എവിടുന്ന് ഞാൻ അയാളോട് പറയാനാ? നല്ല കാര്യമായിപ്പോയി. നളിനേച്ചി ഇത് എന്താ പറയണേന്ന് ചോദിക്കണം. നളിനേച്ചി ധൈര്യമായിട്ട് പോക്കോ, ഒരു കുഴപ്പമില്ലെന്ന് പറയണം. അങ്ങനെ നളിനി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം അവരുടെ മനസ്സ് കണക്കൂട്ടി ആദ്യം മുത്തശ്ശിനെ കയ്യിലെടുക്കണം, എന്നിട്ട് കാര്യമുള്ളൂ. അങ്ങനെ പല പല ചിന്തകളാൽ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് അങ്ങനെ വൈകുന്നേരം ഫുഡ് കഴിക്കാനുള്ള സമയമായി. എല്ലാവരും ഫുഡ് കഴിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപർണയും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. അപർണനെ വിളിച്ചപ്പോൾ അപർണയും ചെന്നു. അപർണയ്ക്കാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം അമലാണ് അടുത്തിരിക്കുന്നത്. അത് ഭയങ്കര ഇറിറ്റേഷനാണ് അപർണയ്ക്ക്. പക്ഷെ കഴിച്ചില്ലെന്നൊക്കെ വരുത്തി ഒരു വിധത്തിൽ എഴുന്നേറ്റ് വന്ന് വാ കഴുകുവാണ്. വായൊക്കെ കഴിയിട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് പൊന്നൂസ് അങ്ങോട്ട് വരുന്നത്. പൊന്നൂസിന് അപർണയോടൊന്നും മിണ്ടണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ എന്തോ അപർണേനെ അടുത്ത് വരുമ്പോൾ തന്നെ പൊന്നൂസിന്റെ മടി. അപർണ ഇങ്ങനെ അടുപ്പൊന്നും കാണിക്കാത്തോണ്ട് പിന്നീട് അപർണ അങ്ങ് തിരിഞ്ഞു കഴിയുമ്പോൾ പൊന്നൂസിനെ കണ്ടു. എന്താ നോക്കണേന്ന് ചോദിക്കേ. ഒന്നുമല്ല. പിന്നെന്താ നീ ഇങ്ങനെ നോക്കണേ? അല്ല, ഞാൻ ചെറിയനെ കാണാൻ വന്നു. നിന്റെ ചെറിയച്ഛനെ കാണാനായിരിക്കും. നിന്റെ ചെറിയച്ഛൻ അവിടെയില്ലേ, നിനക്ക് പോയി കാണാൻ വരാമെന്ന് ചോദിക്കും. ഇത് കേട്ടതും പൊന്നൂന് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം പൊന്നും സാധാരണ അമലിനോട് സംസാരിക്കുന്ന പോലെ തന്നോടും കൂട്ടുകൂടും അപർണ എന്നൊരു ചിന്താഗതിയോടെയാണ് വന്നത്. പക്ഷെ അപർണ കൊച്ചിനോട് മിണ്ടാൻ പോയിട്ട് അതിനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു. അപർണ ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അപർണ അങ്ങോട്ട് പോണേ. ഈ സമയത്ത് പൊന്നൂസ് നേരെ അമലിന്റെ അടിയിൽ ചെന്നിട്ട് പറഞ്ഞു, അതെ, ആ അപർണാന്റെ ആള് തരികടയാന്ന് പറയണം. എന്താ പൊന്നൂസ് അങ്ങനെ പറഞ്ഞു? എന്നോട് മിണ്ടി പോലും ഇല്ല, എന്നെ അത് മൈൻഡ് ചെയ്ത് പോലും ഇല്ലെന്ന് പറയണം. അതാണോ കാര്യം? മോള് വിഷമിക്കണ്ട കേട്ടോ. ദേ ഈ അമൽ ചെറിയച്ഛനില്ലേ കൂടെ, അതുണ്ട്. എന്നാലും നമുക്കൊരു പണി കൊടുത്താലോ എന്ന് ചോദിക്കുക. എന്ത് പണി? നല്ലൊരു പണി കൊടുത്താലോ? വേണ്ട വേണ്ട, ഇപ്പൊ പണി കൊടുക്കാനൊന്നും പോണ്ട. ഇനിയിപ്പൊ പണി കൊടുക്കാൻ പോയിട്ട് ഇനിയിപ്പം നമുക്കിട്ട് ചിലപ്പോ പണി കിട്ടുമെന്ന് പറയാം. അതെ പൊന്നൂസ് വാ, പൊന്നൂസിനെ കളിക്കാൻ ഞാനില്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. പൊന്നൂസിനെ വിളിച്ചോണ്ട് അമലങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ജാനകി വല്ലാത്ത വിഷമത്തില. ജാനകിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ അമലിന്റെ ജീവൻ താൻ തകർത്തോ എന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, അജയ്ക്ക് എന്ത് പറ്റി? അജയ് എങ്ങോട്ട് പോയത്? ഒരു പക്ഷേ നിരഞ്ജനയും കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഒരു ചിന്തയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് അബി അങ്ങോട്ട് കടന്നു വരുന്നത്. അബി എന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്താ ആലോചിക്കണേന്ന് ചോദിക്കണം. അല്ല, ഞാൻ അജയനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അജയനെ കുറിച്ചോ? ഇനി എന്തിനാ അവനെ കുറിച്ച് ആലോചിക്കുന്നേ? ഒരു കുടുംബത്തെ മൊത്തം വഞ്ചിച്ചിട്ട് ഇറങ്ങിപ്പോയനല്ലേ അവൻ. ഇതിലോട്ടായാലും പോട്ടെ, നീ എന്തിനാ അവനെ കുറിച്ച് ചിന്തിക്കണമെന്ന് ചോദിക്കും. എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവൻ ഈ കുടുംബത്തിലല്ലേ, എനിക്ക് അവനെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുമോ അബിയേട്ടാന്ന് ചോദിക്കാം. അതെ, നീ എല്ലാം കൂടെ കൊഞ്ചിച്ച് വഷളാക്കിയതുകൊണ്ടാ അവനിങ്ങനെ ഈ വിധം കാണിച്ചെന്ന് പറയാം. അതല്ല അബിയേട്ടാ, ഒരു പക്ഷേങ്കിലും നിരഞ്ജനോട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവര് തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞു കാണും അല്ലേന്ന് ചോദിക്കാം. ശരിയാ, അങ്ങനെയാണ് ഉറപ്പായിട്ട് കഴിഞ്ഞു കാണും. അങ്ങനെയാണെങ്കിൽ ഉണ്ണിത്താൻ സാർ മിക്കവാറും അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കും അല്ലേന്ന് ചോദിക്കാം. അതൊന്നും പറയാൻ പറ്റില്ല. കൊണ്ടുപോയാൽ കൊണ്ടുപോയെന്ന് പറയാം.
പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ട് അജയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ടതും അഭി പറഞ്ഞു, അച്ഛൻ കയറ്റില്ലെന്ന് ഞാൻ കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒരിക്കലും കയറ്റാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, അങ്ങനെ പറയരുത്. അനിയനില്ലേ, അവനൊരു തെറ്റ് പറ്റിപ്പോയി. തെറ്റ് അവനോട് എത്ര വട്ടം നമ്മൾ ചോദിച്ചാ, കല്യാണത്തിന് തലേ ദിവസം വരെ ചോദിച്ചല്ലേ. അപ്പോഴൊക്കെ അവൻ എന്താ മറുപടി പറഞ്ഞ്? എന്നിട്ട് ഇനി അവനും കൂടെ കയറാൻ വരട്ടെ, അവൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണ. ഈ സമയം അജയ് ശരണ്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ശരണ്യയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം ശരണ്യ പറഞ്ഞു, ഇവിടെ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാവം അമലേട്ടന്റെ കാര്യം കൊടുത്തിട്ട് സങ്കടം വരുവാന്ന് പറയണം. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമല്ല നടന്നേ. പിന്നെ അജയേട്ട ഒരു കാര്യമുണ്ട്, അജയേട്ടൻ ഒരു കാരണവശാലും ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാം. അതെന്താ? ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ പ്രശ്നവും. അല്ലെ തന്നെ ഇവിടെ എല്ലാവരും നല്ല ദേഷ്യത്തിലാന്ന് പറയണം. അജയേട്ടനോടുള്ള ദേഷ്യത്തില. അതുകൊണ്ട് അജയേട്ടൻ ഇപ്പോഴെങ്കിലും വരണ്ടാന്ന് പറയണം. ഈ സമയം അജയ് പെട്ടു. പിന്നെ എന്ത് ചെയ്യും? അജയ് പിന്നീട് തന്റെ നിരഞ്ജനയുടെ കല്യാണം കഴിഞ്ഞ കാര്യമെല്ലാം പറയണം. ഞാൻ ഇനി അവളെയും കൊണ്ട് എങ്ങോട്ട് പോകും? ഒരു കാര്യം ചെയ്യും, തൽക്കാലത്തേക്ക് അജയേട്ടൻ എങ്ങോട്ടുള്ളത് മാറി നിൽക്കും. എല്ലാം ഒന്ന് ആറി തണുത്തതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ ഇവിടെ വല്ലാത്ത പ്രശ്നമാവെന്ന് പറയാം. ഈ സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്തോ ഭൂകമ്പ നടക്കണേന്ന് പറയാനും കൂടി പറ്റില്ലെന്ന് പറയാം. അത് ശരിയാ. പക്ഷേങ്കിൽ അതെ, ഒരു കാര്യം ചെയ്യാം, നിരഞ്ജന ചേച്ചിയും കൂടെ കൊണ്ട് എങ്ങോട്ടേലും പോകും. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ എവിടെയെങ്കിലും പോയി കുറച്ച് ദിവസം നിൽക്കുക. അതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി. എല്ലാ കാര്യങ്ങളും ഒന്ന് ആറി തണുത്തിട്ട് വന്നാൽ മതി എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് അജയ് ഫോൺ വെക്കുക. ഈ സമയത്ത് നിരഞ്ജനയ്ക്ക് വല്ലാത്ത ടെൻഷൻ. അജയ് എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അജയനെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കിയാലോ? അങ്ങനെ ഫോൺ വിളിച്ചു നോക്കി കഴിയുമ്പോഴത്തേലും അജയ് എൻഗേജഡാണ് കാണിക്കുന്നത്. ഇനിയിപ്പം ഒരു പക്ഷേ വീട്ടിൽ ചെന്ന് വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണുമോ? വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ കേറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാ. എന്തേലും പ്രശ്നം ഉണ്ടാവും. കാരണം കല്യാണത്തിന് മണ്ഡപത്തിന് അവിടെ നിന്നാണ് അജയ് ഇറങ്ങി പോയിരിക്കുന്നത്. അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല അജയുടെ അച്ഛനും അമ്മയ്ക്കും. അങ്ങനെ ആലോചിച്ചിരിക്കേണ്ട സമയത്താണ് അജയ് അങ്ങോട്ട് കയറി വരുന്നത്. അജയനെ കണ്ട് നിരഞ്ജനയ്ക്ക് ഭയങ്കര സന്തോഷമായി. നിരഞ്ജന പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചു അജയ് എന്നെ ഇട്ടിട്ട് പോയി കളഞ്ഞു കാണുമായിരിക്കുന്നു. അജയ് പറഞ്ഞു, എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? നിന്റെ കഴുത്തിൽ ഞാൻ താലി കിട്ടിയതല്ലേ, പിന്നെ നിനക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമില്ലെന്ന് ചോദിക്കും. വിശ്വാസമുണ്ട്, പക്ഷെ എന്നാലും മനസ്സിലൊരു വെപ്രാളമായിരുന്നു. ഒരു പക്ഷെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെങ്ങനെ പെരുമാറുന്നു പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടുള്ള ടെൻഷനായിരുന്നു പറയാം. അതൊന്നും ഓർത്തിന് നീ വിഷമിക്കണ്ട കേട്ടോ. അതെ, 2-3 ദിവസം തന്നെ ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് വെച്ചു. അതെന്താ? ഇപ്പൊ വീട്ടിലേക്ക് പോകുന്ന പറ്റുന്ന സിറ്റുവേഷൻ അല്ലല്ലോ, നിനക്കറിയാലോ. ഞാൻ അങ്ങോട്ട് എന്ത് പറഞ്ഞോണ്ടാ കയറി ചെല്ലുന്നേ. എല്ലാവരും എന്നെ ശത്രുവിനെ പോലെ കാണുള്ളൂ. അതുകൊണ്ടെല്ലാം ആറ് തണുത്തിട്ട് പോകാമെന്ന് കരുതി. ഈ സമയം നിരഞ്ജന പറഞ്ഞല്ല, അതുവരെയോ? അതുവരെ എന്തേലും ചെയ്യണമെന്ന് പറയണം. കാരണം അജയുടെ മനസ്സിലൊരു കാര്യമുണ്ട്. ഉണ്ണിത്താൻ പറഞ്ഞ കാര്യം. ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന് നിരഞ്ജനയെ പെണ്ണി ഒതുക്കുക. അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിച്ചു തരാം. അല്ലെങ്കിൽ ഒരു കാരണവശാലും നിരഞ്ജനയും കൊണ്ട് നിനക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ലെന്നും. കാരണം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞൊരു തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു രജിസ്റ്ററിൽ ഒപ്പുവെച്ചിട്ടില്ല. ആകപ്പെടെ ഐസിഐ വെച്ച് ആ താലിമാല അവളുടെ കഴുത്തിലേക്ക്, നിരഞ്ജനയുടെ കഴുത്തിലേക്ക് കെട്ടിയത് മാത്രമേ ഉള്ളൂ. അതിന് വേറെ സാക്ഷികളോ കാര്യങ്ങളോ പോലും ഇല്ല. പിന്നെ ചുമ്മാ വേണം ഭാര്യ എന്ന് പറയാൻ മാത്രം ചെയ്യാം. ഇതൊക്കെ അജയുടെ മനസ്സിൽ കൂടെ കടന്നു പോവാ. അപ്പൊ ഇനിയിപ്പം എങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയില് അജയ് നിൽക്കുവാണ്. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും അപർണയുടെ മുറിയിലേക്ക് ജാനകി കയറി വരുവാണ്. ജാനകി വന്നു കഴിഞ്ഞപ്പോൾ അപർണ ഇങ്ങനെ ഇരിക്കുവാണ്. അപർണ ആകെപ്പാടെ ദേഷ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അജയുടെ ഒപ്പമായിരുന്നെങ്കിൽ ഇന്ന് ആദ്യരാത്രിയായിരുന്നു. പക്ഷേങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അജയുടെ ഒപ്പം അല്ലല്ലോ, അമലിനോടൊപ്പം അല്ലേ. അമലിനോടൊപ്പം ആദ്യരാത്രി പോയിട്ട് ഒരു രാത്രി ആഘോഷിക്കാൻ പോകുന്നില്ല. താനിവിടെ ജീവിക്കും. കുറെ കാലം കൂടി അളകാപ്പിൽ തന്നെ താനുണ്ടാവും. എല്ലാവരുടെയും കണ്ണിന് പൊടിയിട്ട് താനിവിടെ നിൽക്കും. പക്ഷെങ്കിൽ ഒരു കാരണവശാലും അമലിന്റെ ഭാര്യയായിട്ട് താൻ മുന്നോട്ട് പോകത്തില്ല. അങ്ങനെ ഒരു ശബ്ദമൊക്കെ മനസ്സിലെടുത്തിരിക്കുന്ന സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത്. ജാനകിനെ കണ്ടതും അപർണയ്ക്ക് അങ്ങോട്ട് പെരുത്ത് കയറി. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്തേലും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജാനകിനെ മയക്ക് കയ്യിലെടുക്കണം. കാരണം ചിരിച്ചുകൊണ്ട് വേണം കഴുത്തിറക്കാനായിട്ട്. ആ ഒരു ചിന്ത പെട്ടെന്നുണ്ടാവണം. നളിനിയടുത്ത് പറഞ്ഞ കാര്യങ്ങളും മനസ്സിൽ കൂടെ കടന്നു പോകണം. ജാനകിയാണ് ഇവിടുത്തെ എല്ലാവരുടെയും പ്രധാന ആള്. ജാനകി പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഒരുമാതിരിയൊക്കെ നടക്കുള്ളൂ. ജാനകിയുടെ വാക്കിന് ഇവിടെ വിലയുണ്ട്. അപ്പൊ ആദ്യം ഇവരെ കയ്യിലെടുക്കുകയാണ് വേണ്ടത്. പിന്നീട് വേണം ഇവിടുന്ന് ഇവരെ പറിച്ചു നടാനായിട്ട്, ഈ വീട്ടിൽ നിന്ന് തന്നെ ഇവിടെ ആട്ടി ഇറക്കാനായിട്ട്. ആ ഒരു ചിന്തയൊക്കെ അപർണയുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ അപർണ ജാനകിനെ നോക്കി ഒരു ചിരി ഇരിക്കുകയാണ്, ഒരു കൊലച്ചിരി ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.